അതായത് സ്ക്രീൻ വിസിബിൾ ആണോ? മിസ് പ്ലസ് മിസ്. നമ്മൾ ഇന്നലെ ഇവിടം വരെ എടുത്തു അല്ലേ? ടേക്ക് എ സ്ക്രീൻഷോട്ട് വരെ. ആ ഓക്കെ ഓക്കെ ഫൈൻ. സോ ഇനി ഈ ഒരു സംഭവം കണ്ടോ അഭിനന്ദ്? ആ ഇതും ഈ ഒരു സ്ട്രക്ചർ അഭിനന്ദ് മനസ്സിലാക്കണം കേട്ടോ. അതായത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വരുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, അതുപോലെ അസറ്റ് സൈഡിൽ വരുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഓക്കെ ഓക്കെ, ഇത് രണ്ടും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കണം. ഇപ്പൊ എഴുതാനാണ്. ഇപ്പൊ ജസ്റ്റ് അതൊന്ന് എഴുതിയ ഒരു ബുക്കിൽ ലാബിലിറ്റി സൈഡിൽ ഇത് അവിടെ ഒരു സ്റ്റാർ ഇട്ട് വെക്കണം കേട്ടോ. സ്റ്റാർ ഇട്ട് വെക്കണം അവിടെ ഒരു ഇമ്പോർട്ടൻസിൽ. ഓക്കെ ഒരു സെക്കൻഡ് നമ്മൾ പാൻ എടുത്ത്. ടേക്ക് യുവർ ടൈം, ടേക്ക് യുവർ ടൈം. സാർ സ്ലൈഡ് മനോജ്, മാറി. സ്ലൈഡ് ഒന്ന് മാറിയായിരുന്നു. സ്ലൈഡ് ഇതാണ്. ആ എങ്ങനെ? അർഷിതൻസ് വോയിസ് ഇസ് ബ്രേക്കിംഗ്. അർഷിതൻ, സാർ ഇന്റർനെറ്റ് ഇച്ചിരി വൈഫൈ ഇച്ചിരി പ്രോബ്ലംസ്. ഓക്കെ, നോ ഇഷ്യൂ. എന്താ പറഞ്ഞത് എന്നോട്? അല്ല, ആ സ്ലൈഡ് സാറ് മാറിയായിരുന്നു. ഓക്കെ ഓക്കെ ഫൈൻ. ഇതാണ് സ്ലൈഡ് കേട്ടോ. ജസ്റ്റ് ഡ്രോ ഇറ്റ് ആൻഡ് ജസ്റ്റ്. അതെ താങ്ക്സ്. എഴുതിയോ? ആ ഓക്കെ, പെർഫെക്റ്റ്. സോ ഇത് എക്സാമിനേഷന്റെ സമയത്ത് ഈ അക്കൗണ്ടിങ് റേഷ്യോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അഭിനന്ദന് ഫസ്റ്റ് മനസ്സിൽ വരേണ്ട ഒരു ഈ പിക്ചറാണ് ഈ പറയുന്ന ബാലൻസ് ഷീറ്റിന്റെ പിക്ചർ കേട്ടോ. ആ
I'll tell you why when we are doing the problem. I'll explain how why it is very important. Okay. അപ്പോ ഇത് എക്സാമിന് പിന്നെ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനും വേണ്ടി ഈ പറയുന്ന രീതിയിൽ നമ്മളിവിടെ ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ജസ്റ്റ് നമുക്ക് എന്താ ഇവിടെ ഇപ്പം SHF, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഇങ്ങനെ ഷോർട്ട് ഫോം ആക്കിയിട്ടെല്ലാം കൊടുക്കുക കേട്ടോ. അതുപോലെ പിന്നെ ഇപ്പം എന്താ പറയാ, ഇപ്പം നോൺ കറന്റ് ലയബിലിറ്റീസ് എന്നുള്ളത് NCL എന്നുള്ള കൊടുക്കുക. ഓക്കെ, അണ്ടർസ്റ്റുഡ്. NCL. അതുപോലെ കറന്റ് ലയബിലിറ്റി CL എന്നാക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, നോൺ കറന്റ് അസറ്റിനെ NCA എന്ന് കൊടുക്കുക. നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് NC, അങ്ങനെ എല്ലാം ഷോർട്ട് ഫോം ആക്കിയിട്ട് എഴുതുക കേട്ടോ എക്സാമിനേഷൻ സമയത്ത്. ബിക്കോസ് യു ഡോണ്ട് ഹാവ് മച്ച് ടൈം ടു ഓൾ ദീസ് തിങ്സ്. ഓക്കെ, സോ ജസ്റ്റ് ട്രൈ ടു ഫൈൻഡ് സം ഷോർട്ട് കട്ട്സ് ടു ഡു ഓൾ ദീസ് തിങ്സ്. ഓക്കെ ഓക്കെ. പിന്നെ അപ്പൊ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇനി ലിക്വിഡിറ്റി റേഷ്യോയിലുള്ള നമ്മുടെ കറന്റ് റേഷ്യോ എന്നുള്ള ആ ഒരു ഭാഗത്ത് കറന്റ് റേഷ്യോയിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഡെഫിനിഷൻസ് ആണ് ഈ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻസ്. ഓക്കെ, കറന്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു current asset divided by current liabilities. Could you please write it? Current asset divided by current liabilities. Current ratio is equal to current asset divided by current liabilities. Okay. അതുപോലെ തൊട്ട് താഴെ ഉണ്ടല്ലോ ഇക്വേഷൻ 2, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്. ഓക്കെ അഭിനന്ദൻ. സോ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ്? ഫസ്റ്റ് നമ്മുടെ ഏതൊക്കെ നമ്മുടെ റെക്കോർഡിങ്സ്, അതായത് ഈ പറയുന്ന കറണ്ട് അക്കൗണ്ട്, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയണം. അത് പിന്നെ അഭിനന്ദന് ക്ലിയർ ആണല്ലോ? നമ്മൾ ഓരോ എൻട്രീസും ഇതിന്റെ കീഴിലാണ് വരുന്ന കൃത്യമായ ഒരു ഐഡിയ ഉണ്ടല്ലോ? ഫൈൻ. അതിനുശേഷം പിന്നെ ഈ പറയുന്ന ഈ എന്താണ് ബാലൻസ് ഷീറ്റിന്റെ സ്ട്രക്ചർ. ഓക്കെ, നമ്മൾ നേരത്തെ ഞാൻ ഫസ്റ്റ് ഈ ക്ലാസ് സെഷന്റെ ഫസ്റ്റ് എടുത്തൊരു ഇതുണ്ടല്ലോ, സ്ട്രക്ചർ ഉണ്ടല്ലോ, അതായത് ഇത് ക്ലിയർ ആണല്ലോ? ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന 2 ഇക്വേഷൻസ്. ഓക്കെ, ഈ പറയുന്ന 2 ഇക്വേഷൻസ്, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പെർഫെക്റ്റ്. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ? ഇത് ക്ലിയർ ആണല്ലോ? ഇത് ക്ലിയർ ആണ്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അപ്പൊ മനസ്സിലാവും കൂടുതലായിട്ട് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാവും. ഫൈൻ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ സ്ക്രീന്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യോ? എഴുതിയോ അഭിയന്ത്? എഴുതിയോ? ഈ സൈഡിലുള്ള ബാലൻസ് ഷീറ്റിന്റെ ഇതുണ്ട് കേട്ടോ, ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമാണ്. അത് എനിക്ക് മനസ്സിലാൻ വേണ്ടി ഇട്ടതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്? അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല്
ഏതൊരു ക്വസ്റ്റ്യനും അക്കൗണ്ടൻസിയിൽ വന്നു കഴിഞ്ഞാൽ അർച്ചിതൻ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതെന്ത് ചെയ്യുക, താഴെ ഓരോന്നോരോന്നായിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ ഓക്കെ. ഇവിടെ എന്തൊക്കെയാണ് ഗിവൺ, അത് പേപ്പറിന്റെ റൈറ്റ് സൈഡിൽ എഴുതിയാൽ മതി. ഓക്കെ, സോ വാട്ട് ഈസ് ഗിവൺ ഹിയർ, എന്തൊക്കെയാണ് കറണ്ട് ഗിവൺ? അസറ്റ്, യാ, കറണ്ട് ഇൻവെന്ററി, അസറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? കറണ്ട് അസറ്റ് ഈസ് ടു 20 lakh, റൈറ്റ്. പിന്നെ ഇൻവെന്ററീസ് ഇൻവെന്ററീസ് എത്രയാണ്? 10 lakh. 10 lakh അല്ലേ? പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ 12 lakh. വർക്കിംഗ് ക്യാപിറ്റൽ 12 lakh. 12 lakh. ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്, റൈറ്റ്? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസിലുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? കറണ്ട് റേഷ്യോ കറണ്ട് റേഷ്യോ എടുക്കുന്നത് എന്താണ്? കറണ്ട് അസറ്റ് ബൈ കറണ്ട് കറണ്ട് ലയബിലിറ്റീസ്. അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് കറണ്ട് ലയബിലിറ്റി. ലയബിലിറ്റി, റൈറ്റ്? അപ്പൊ ഇവിടെ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത്? കറണ്ട് അസറ്റ് ഉണ്ട്. കറണ്ട് അസറ്റ് ഉണ്ട് അല്ലെ? കറണ്ട് അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അതുപോലെ എന്താണ്, ഇൻവെന്ററി ഉണ്ട്, അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. കറണ്ട് അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇനി എന്താ വേണ്ടത്? കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി. ഇതുവരെ ക്ലിയർ ആണോ? നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ നമ്മൾ കാര്യങ്ങൾ താഴത്തേക്ക് എടുത്ത് എഴുതി, നമ്മൾ ഇക്വേഷൻ കൊടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൽ കറണ്ട് അസറ്റ് ഉണ്ട് പക്ഷെ കറണ്ട് ലയബിലിറ്റി ഇല്ല എന്നുള്ളത്. അപ്പോ ഇവിടെ അഭിനന്ദന ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ, അയ്യോ എങ്ങനെയാണ് കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു ടെൻഷന് അഭിനന്ദന് വേണ്ട ആവശ്യമേ ഇല്ല. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ എപ്പോഴും ഏതെങ്കിലും ഒരു ടേം തരും. അത് ഒന്നിക്ക് കറണ്ട് അസറ്റ് ആവാം, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി ആവാം. പക്ഷെ മറ്റൊന്നും എന്ത് ചെയ്യില്ല, അവിടെ അവര് ചിലപ്പോൾ അവിടെ കൊടുക്കൂല. അതിന് പകരം അവർ എന്ത് ചെയ്യും, ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ എന്താ വേറെ എന്തൊക്കെയുള്ളത് കറണ്ട് അസറ്റിന് പുറമെ? വർക്കിംഗ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റലും ഇൻവെന്ററി. വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ തന്ന ഇക്വേഷൻസ് ഒന്ന് റിവൈസ് ചെയ്തു, അതൊന്ന് നോക്കിയാൽ അപ്പൊ അത് മനസ്സിലാവും. വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റും. ഹൗ? വിൽ റൈറ്റ് ദി ഇക്വേഷൻ, റൈറ്റ്? എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ഇക്വേഷൻ? എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി, റൈറ്റ്? ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ 12 lakh. 12 lakh. വെരി ഗുഡ്, വെരി ഗുഡ്. 12 lakh ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് എത്രയാണ്? കറണ്ട് അസറ്റ് 20 lakh. 20 lakh. വെരി ഗുഡ്. 20 lakh. കറണ്ട് ലയബിലിറ്റി നമ്മുടെ കയ്യിൽ എന്തില്ല, കറണ്ട് ലയബിലിറ്റി ഇല്ല അല്ലെ? അപ്പൊ മൈനസ് സി എൽ, അവിടെ ജസ്റ്റ് സി എൽ കൊടുക്കുക, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ ഇതുവരെ ക്ലിയർ ആണല്ലോ സ്റ്റെപ്പ്? ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ ഈ സി എൽ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും എവിടത്തേക്കാണ് വരിക, ലെഫ്റ്റിലേക്കാണ് വരിക അല്ലേ? റൈറ്റ്. അപ്പൊ എന്താണ് ഇപ്പൊ ഇവിടെ 20 lakh മൈനസ് എത്രയാണ്? 12 lakh, റൈറ്റ്? അപ്പൊ എത്രയാണ്? ഈസ് ഈക്വൽ ടു 8 lakh. ഈസ് ഈക്വൽ ടു 8 lakh. സോ നമുക്ക് എന്ത് കിട്ടി? 8 lakh കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി എത്രയാണ്? 8 lakh. 8 lakh. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും സംശയമുണ്ടോ ഇതില്? നമ്മൾ ഇൻവെന്ററീസ് ഉണ്ട്. ഇൻവെന്ററീസ് നമുക്ക് ഇവിടെ ആവശ്യമുണ്ടോ? ഇല്ല. ഇല്ല. ക്വസ്റ്റ്യൻസിൽ അങ്ങനെ പലതും തരും അർച്ചിതൻ. ക്വസ്റ്റ്യൻസിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. ഇൻവെന്ററി എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റിന്റെ കീഴിലാണോ കറണ്ട് ലയബിലിറ്റിന്റെ കീഴിലാണോ? ഇൻവെന്ററീസ് കറണ്ട് അസറ്റ്. ഷുവർ ആണോ? സർ. കറണ്ട് അസറ്റ് ക്ലിയർ ആണ്, ഫൈൻ. അപ്പോ ഇവിടെ നമുക്ക് ഓൾറെഡി കറണ്ട് അസറ്റ് 20 ലേക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അവിടെ ഇൻവെന്ററീസിന് ഒരു സ്ഥാനമില്ല. കാരണം എന്താണ്, ഈ ഇൻവെന്ററീസ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ഈ പറയുന്ന 20 lakh എന്നുള്ളത്. അപ്പൊ ഇൻവെന്ററി നമ്മളോട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല സർ, കറണ്ട് അസറ്റിലോട്ട് ആഡ് ചെയ്യില്ല നമുക്ക് 20 ഇൻവെന്ററി? ഇല്ല, നമ്മൾ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇൻവെന്ററീസ് അതുപോലെ കറണ്ട് അസറ്റിന്റെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളും സം ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഈ പറയുന്ന കറണ്ട് അസറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോ
ഇൻവെന്ററി 10 ലാക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ഈ കറണ്ട് അസറ്റ് എന്നുള്ളതിന്റെ 20 ലാക്കിന്റെ കീഴിൽ 10 ലാക്ക് വരുന്നുണ്ട്. ആ Because current asset is all about the sum of all other things which is coming under it. ഓക്കെ. ക്ലിയർ ആണോ? സംശയം ഉണ്ടോ അതില്? ഇല്ല സാർ ക്ലിയർ. 100% ക്ലിയർ ആണോ? ആ ചെറിയൊരു സംശയം ഉള്ളത് പോലെ. ഉറപ്പാണോ? അല്ല ക്ലിയർ സാർ ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഫൈൻ ഫൈൻ പെർഫെക്റ്റ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? കറണ്ട് അസറ്റും കിട്ടി, കറണ്ട് ലാബിലിറ്റിയും കിട്ടി, റൈറ്റ്? യാ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷനിലേക്ക് വരിക. എന്താണ് ഇക്വേഷൻ? കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ. കറണ്ട് റേഷ്യോ എത്രയാണ്? അതിന്റെ ഇക്വേഷൻ എന്താണ്? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് എത്രയാണ്? 20 ഇല്ല. 20 lakh, റൈറ്റ്? യെസ്. 20 lakh divided by 8 lakh. very good 8 lakh is equal to ആണ്. ഫസ്റ്റ് നമ്മൾ ഇത് ഇവിടെ നോക്കൂ, ഈ സീറോ ഒക്കെ പോകും അല്ലെ? ആ സി, ഈ സീറോ ഒക്കെ പോകും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി 20/8 കിട്ടി. യെസ്. ഓക്കെ, 20/8 എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ 20:8 എന്നുള്ള ഒരു ടേം കിട്ടി അല്ലെ? നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ഈ 8നെ നമ്മൾ എന്ത് ചെയ്യണം? 1 ആക്കണം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഐ വിൽ ടെൽ യു ദ സിനാരിയോ, ജസ്റ്റ് ഗിവ് മി എ സെക്കൻഡ്. ഓക്കെ, ഒരു സെക്കൻഡ്. അതായത് നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ റബ്ബ് ചെയ്യുന്നുണ്ടേ. ആ ഓക്കെ ഓക്കെ. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ്? നമുക്ക് 20:8 20/8 കിട്ടി അല്ലെ? 20/8 അതിന്റെ അർത്ഥം എന്താണ്? 20:8 എന്നുള്ളതാണ്. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഷോർട്ട് ആക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഈ 8നെ നമുക്ക് എന്ത് ചെയ്യണം? 1 ആക്കണം. ആ ഓക്കെ, അപ്പൊ നമ്മൾ 8നെ 1 ആക്കാൻ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ 8 കൊടുക്കണം. ആ ഓക്കെ, അപ്പൊ റേഷ്യോന്റെ വൺ സൈഡിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് റേഷ്യോന്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 20/8 കിട്ടുന്ന സമയത്ത് നമുക്ക് എന്താണ്? 2.5 കിട്ടും ആൻസർ. 20/8 is equal to 2.5. 2.5 is to 1. ഇതാണ് ആൻസർ. സംശയമുണ്ടോ ഇത് ഏതെങ്കിലും ഒരു സ്റ്റെപ്പില്? ഇല്ല ഇല്ല. ഇതില് ഈ ആ ലാസ്റ്റ് ആൻസർ ഈസ്റ്റിലായിരിക്കണം ഈസ്റ്റിലായിരിക്കണം. ബിക്കോസ് കാൽക്കുലേറ്റ്. ആ ഓക്കെ റൈറ്റ്. ഓക്കെ, സോ ഈച്ച് കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ അതെന്താണ്? എപ്പോഴും റേഷ്യോയിൽ തന്നെ ആയിരിക്കണം. നോ കൺഫ്യൂഷൻ ഓൺ ദാറ്റ്. ഓക്കെ, സോ നൗ വാട്ട് ഐ എം ഗോണ ഡു ഈസ് യു നീഡ് ടു ഡു ദിസ് പ്രോബ്ലം. ഓക്കെ. എന്നിട്ട് ഞാൻ പറയാം അഭിനന്ദ്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ഫസ്റ്റ് സമയം ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻസ് ഉണ്ടാവും. യു ജസ്റ്റ് ആസ്ക് മീ, രാഹിൽ സർ, ലൈക്ക് ദിസ് ഈസ്, ഇവിടെ എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത്, അവിടെ എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത്? ഓക്കെ, ആ രീതിയിൽ എന്നോട് ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കി പോവാം. ഓക്കെ. ഓക്കെ, സോ ആദ്യം ഇക്വേഷൻസ് കൊടുക്കുക. എല്ലാം നിന്റേതായ രീതിയിൽ, നീ മനസ്സിലായ രീതിയിൽ, യുവർ ഓൺ വേ, യു ജസ്റ്റ് ഡു ഇറ്റ്. എനി ഡൗട്ട് യു ജസ്റ്റ് ലെറ്റ് മീ നോ, ഐ വിൽ ക്ലിയർലി എക്സ്പ്ലെയിൻ. ഓക്കെ ഓക്കെ. സാർ ഈ കണക്കാണോ അതെ ഇനി വേറെ കണക്കാണോ? ഈ കണക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യും, ഒന്ന് നിന്റെ ബുക്കിൽ, നിന്റെ ഓൺ ബുക്കിൽ.
സർ ഡൺ. ഞാൻ ചെയ്തു സർ. ഓക്കെ, ഒന്ന് ആ ഒരു ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യോ? എന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സാർ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ചോദിക്കൂ ഡൗട്ട്. നമ്മള് 20/8 നമ്മൾ 1 ആക്കാൻ വേണ്ടി ചെയ്തില്ലേ സാർ? ആ അങ്ങനെ നമുക്ക് 5:2 എന്ന് പറഞ്ഞ 5:2 ചെയ്യാൻ പറ്റൂല്ലേ ആൻസർ? 5:2. ലെറ്റ് മീ ചെക്ക് ഇറ്റ്. ഞാൻ ഒന്ന് ചെയ്തൊരു മിനിറ്റ് ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഓക്കെ. 5:2 ആണോ ചോദിക്കുന്നത്? ആ, സെക്കൻഡ്. 400 ടാബ്ലറ്റ്സ്. ഓക്കെ, ലെറ്റ് മീ. യെസ്. ഇത് പിന്നെ അണ്ടർസ്റ്റുഡ്. സോ ഓക്കെ. ഇത് രണ്ടും സെയിം ആണ്. 5:2 അതുപോലെ 2.5:1 നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സി ദ തിങ് ഈസ് 20:8 വരെ എത്തിയതിനെ തന്നെ അഭിനന്ദിന്റെ ആൻസർ കറക്റ്റ് ആണ്. ബട്ട് വി ആർ ജസ്റ്റ് മേക്ക് ഇറ്റ് സ്മോളർ ആൻഡ് സ്മോളർ. സോ ഇറ്റ്സ് അപ് ടു യു. എത്രത്തോളം സ്മോളർ ആക്കാൻ പറ്റും എത്രത്തോളം സ്മോളർ ആക്കാം. ഓക്കെ, സോ ദ അൾട്ടിമേറ്റ് എയിം ഈസ് വി നീഡ് ടു ഗെറ്റ് ദ റേഷ്യോ. 20:8 എന്ന് പറയുന്നതും 2.5:1 എന്ന് പറയുന്നതും 5:2 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എന്താണ് ഒരു സെയിം വാല്യൂ ആണ് വരുന്നത് അതിന്. അത്രേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എക്സാക്ട് കിട്ടിയുള്ള ആൻസർ സ്റ്റെപ്പ് ഒന്ന് പറയോ, ഒന്ന് ബിഗിനിങ് മുതൽ. നമ്മൾ ആദ്യം കറണ്ട് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും താഴെ എടുത്തായിരുന്നു. ഓക്കെ, പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഇക്വൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. അപ്പോ കറണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഇപ്പുറത്ത് വന്നിട്ട് കറണ്ട് ലയബിലിറ്റി ഇപ്പുറത്ത് വരും. ഓക്കെ, കറണ്ട് ലയബിലിറ്റി എത്രയാണ് കിട്ടിയത്? 8 lakh. വെരി ഗുഡ്. ദെൻ നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് 20 lakh ഡിവൈഡഡ് ബൈ 8 lakh. 8 lakh, right? അപ്പൊ ഇത് 20:8. വെരി ഗുഡ്. ആസ്ക്. വർക്കിംഗ് ക്യാപിറ്റൽ റൈറ്റ് സൈഡ് വരുമ്പോൾ നെഗറ്റീവ് ആവില്ലേ സാർ? എങ്ങനെ? നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോ നെഗറ്റീവ് ആവില്ലേ അത്? Working capital, okay. Working capital is equal to current asset minus current liability, right? അവിടെ ക്ലിയർ ആണല്ലോ. അവിടെ എന്താണ് 20 lakh മൈനസ് 12 lakh അല്ലേ വരുന്നത്? ആണ് സാർ, അതല്ല. നമ്മളിപ്പോ വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മളെ റൈറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോ അതായത് ഇപ്പം CL മുന്നേ ഇന്റീജർ എന്താണ്? എന്തോ സാർ? അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ 12. I'll show in the screen. Just give me a second. Okay, ഞാൻ സ്ക്രീനിൽ വെച്ച് വരച്ച് എഴുതി കാണിച്ചാൽ. ഓക്കെ,
ഇവിടെ എന്താണ് ഇപ്പോൾ സിറ്റുവേഷൻ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസെറ്റ് ഡിവൈഡ് ബൈ മൈനസ് കറണ്ട് ലാബിലിറ്റി, റൈറ്റ്? അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്? 12 lakh ഉണ്ട്, റൈറ്റ്? പിന്നെ ഈസ് ഈക്വൽ ടു 20 lakh minus 20 lakh മൈനസ് minus സി എൽ, റൈറ്റ്? അപ്പൊ ഇവിടെ ആ. സി എല്ലിന്റെ ഇന്റീജർ എന്താണ്? നെഗറ്റീവ്. നെഗറ്റീവ്. അത് ഇവിടെ വരും. ഓക്കെ ഓക്കെ. സോ അത് സി എൽ അവിടെ ഇന്റീജർ വരുന്ന സമയത്ത് നമ്മുടെ കണ്ടുപിടിക്കാം. അപ്പൊ അവിടെ ഇന്റീജറിന് എന്തില്ല? അവിടെ വാല്യൂ ഇല്ല. കാരണം അതിന് മുന്നേ നമ്പർ അല്ല, നമ്മൾ അവിടെ കണ്ടുപിടിക്കാൻ പോകുന്ന എക്സ് എന്നൊരു ഫാക്ടർ ആണ്, റൈറ്റ്? അപ്പൊ അപ്പൊ ഇവിടെ എന്താണ്? ഈ 12 lakhന്റെ മുന്നിലുള്ള എന്താണ് ഇന്റീജർ? എന്താണ് ഇവിടെ? പ്ലസ് പ്ലസ് ആണ്. അപ്പൊ അത് ഇവിടെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മൈനസ്. മൈനസ് ആവും. ക്ലിയർ ആണോ? ആ ഓക്കെ, ക്ലിയർ ആണോ? ഷുവർ അല്ലേ? ക്ലിയർ. ഓക്കെ. ഈ സി എല്ലിന്റെ മുകളിൽ ഇന്റീജർ ഈ പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് അതെന്താവും? അവിടെ ആ നെഗറ്റീവിന്റെ കൂടെ വരും. പക്ഷെ ഇവിടെ ഒരു എക്സ് ഒരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നില്ല, അത് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ. അതേ സമയത്ത് 12ന്റെ മൈനസ് ഇവിടെ എന്താവും? മൈനസ് ആവും. ക്ലിയർ ആണോ അഭിനന്ദ്? നമുക്ക് ഇതിന്റെ ഇതേ ഫോമിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താലോ? കുറച്ചും കൂടി ഒരു ക്ലിയറിന് വേണ്ടിയിട്ട്. ഓക്കെ, ഐ ഷോ യു ദ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഇതാണ് ക്വസ്റ്റ്യൻ. സ്ക്രീൻ വിസിബിൾ അല്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലാന്ന് തോന്നുന്നു അല്ലേ? 1 minute. ഓക്കെ ഓക്കെ, നോ ഇഷ്യൂ. ഞാൻ മനസ്സിലായി. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഒരു സെക്കൻഡ്. ക്ലിയർ ആയി പറയണേ. ക്ലിയർ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യുമോ? സർ ആൻസർ കിട്ടി. എത്രയാണ് ആൻസർ വരുന്നത്? 24:9. 24:9 അല്ലേ?
ആ Yeah, എന്നെ very good. കുറച്ചില്ലെന്നെ കുറച്ചിട്ടില്ല. ഫൈൻ ഫൈൻ ഫൈൻ. ഞാൻ ഇത് കുറക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരട്ടെ. ആ ഞാൻ ചെറിയൊരു ട്രിക്കാണ്. ഓക്കെ, ഷോ ഇറ്റ്. ഇത് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ട്രിക്കാട്ടോ. ആരോടും പറയണ്ട. ജോക്കിംഗ്. സി എത്രയാണ് ആൻസർ വരുന്നത്? 24:9. 24 ഡിവൈഡ് ബൈ 9, റൈറ്റ്? അപ്പോ 9 1 ആണ്, റൈറ്റ്? 9 2s are 9 2s are 18. ആ. 18 അല്ലേ? ആണ് ആണ്. കൺഫ്യൂഷൻ എന്താ? ഓക്കെ ഓക്കെ, 9 2s are 18 ആണ്. അപ്പൊ ഇവിടെ 2 ഞാൻ കൊടുത്തു. ഓക്കെ, 2 കൊടുത്തു. അപ്പൊ 18 കഴിഞ്ഞിട്ട് 24ലേക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്? 18 19 20 21 22 23 24. എത്രയാണ് 6. കിട്ടിയോ? 2.6. ഓ ക്ലിയർ? ആ 2.6 is to 1. That's it. അപ്പൊ ആ, നമ്മൾ sir. ഇനി എത്ര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യണം അഭിനന്ദ്? ഇതിങ്ങനെ വരിക 5 1 5 എത്രയാണ്? 6 6 5s are അല്ല 6 അല്ല 36 അല്ല. അപ്പൊ എത്ര? 7 ആ വരിക. ആ, ഓക്കെ, 7.1. 7 5s are 35, റൈറ്റ്? പോയിന്റ് പിന്നെ എത്രയാണ് വരിക? സോ വാട്ട് ഈസ് 7.1 ഈസ് ടു 1. ഇത് പുതിയ ട്രിക്ക് അല്ലേ? മനസ്സിലായോ? മനസ്സിലായി. ഫൈൻ. That's it. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്, റൈറ്റ്? ആ ഓക്കെ, ദെൻ വിൽ ഡു വൺ തിങ്. നമുക്ക് നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കൂടി നോക്കിയാലോ? ആ നമുക്ക് നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതാണോ? ദിസ് വൺ. ഓക്കെ, സോ പ്ലീസ് റൈറ്റ് ദിസ് ക്വസ്റ്റ്യൻ ഇൻ യുവർ നോട്ട്. എന്താ കൺഫ്യൂഷൻ ഉണ്ടോ അഭിനന്ദ്? ഇല്ല സർ. അഭിനന്ദിന്റെ മുഖം എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ ഉള്ളത് പോലെ ഒരു തോന്നില്ല, അതോ ചോദിച്ചത്. സർ പറയൂ ഈ പറയൂ. ട്രേഡ് ലയബിലിറ്റീസും കറന്റ് ലയബിലിറ്റി എന്ന് പറയുമ്പോഴും നമ്മൾ അസറ്റ് പോലെ ടോട്ടൽ ആയിട്ട് അല്ലേ എഴുതി വെച്ചത്? എക്സാക്ട്ലി. ആ അപ്പോൾ ട്രേഡ് പേപ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട സർ. വെരി ഗുഡ്. സോ യു ആർ അണ്ടർസ്റ്റാൻഡിംഗ് ദ കോൺസെപ്റ്റ്, റൈറ്റ് ഹർഷിതൻ? മനസ്സിലായി. ആ ഒരു ലോജിക്കൽ കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ആ ദാറ്റ്സ് ഇറ്റ്.
കിട്ടി. എത്രയാണ് ആൻസർ വരുന്നത് ഹർഷിത? 2:1. എത്രയാണ്? 2:1. 2:1 ആ ആ ഒരു സ്റ്റെപ്സ് 1 by 1 ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഓക്കെ. ഫസ്റ്റ് നമുക്ക് ഇവിടെ എന്തൊക്കെയുള്ളത്? ട്രേഡ് പേയബിൾസ് ഉണ്ട്, പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ, ഓക്കെ, പിന്നെ ട്രേഡ് പേബിൾസ് 50,000 ഉണ്ട്. പിന്നെന്താ ഉള്ളത്? വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ 9 lakh. 9 lakh, റൈറ്റ്? വെരി ഗുഡ്. പിന്നെ ഇതോ കറന്റ് ലയബിലിറ്റി എത്രയാണ്? 3 lakh. 3 lakh, റൈറ്റ്? യെസ്. അപ്പോ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, കറന്റ് ലയബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ ഇനി വേണ്ടത്? കറണ്ട് അസറ്റ്. കറന്റ് അസറ്റ്, റൈറ്റ്? അപ്പൊ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇക്വേഷൻ കൊടുക്കുന്നു. CA മൈനസ് CL വിച്ച് ഈസ് ഈക്വൽ ടു വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 9 lakh അല്ലെ? 9 lakh ഈസ് ഈക്വൽ ടു എത്രയാണ്? PA മൈനസ് ഓക്കെ, കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി എത്രയാണ്? 3 lakh. 3 lakh, വെരി ഗുഡ്. ഓക്കെ, സോ ഇവിടെ ആ. സംഭവിക്കുന്നത് കറന്റ് അസറ്റ് ഇപ്പുറം വരും അല്ലെ? CA ഈസ് ഈക്വൽ ടു, അപ്പോ 9 lakh minus 3 lakh. എങ്ങനെ? 9 lakh minus 3 lakh. 9 lakh മൈനസ് 3 lakh ആ Yeah, 9 lakh minus 3 lakh. is equal to how much? 6 lakh. Right? അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യും? നമ്മുടെ കറന്റ് അസറ്റ് ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റി കൊടുക്കുന്നു. കറന്റ് അസറ്റ് എത്രയാണ്? 6 lakh. 6 lakh ആണ്. ഓക്കെ, Yes. ഡിവൈഡ് ബൈ ലയബിലിറ്റി എത്രയാണ്? 3, 3 റൈറ്റ്? lakh. വെരി ഗുഡ്. is equal to 6 by 3, right? Yes. 1 second. 6 by 3 is equal to 1 ആണ്. ഓക്കെ, ആ. ക്ലിയർ ആണല്ലോ? ആ ക്ലിയർ. ഓക്കെ. സോ അർച്ചിതൻ